ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ 2025 ആണ്ട് ഒരു ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പൊടിപ്പാറ തിരുക്കുടുംബ പള്ളിയിലെ ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പ്രത്യേകം ഒന്ന് ചോദിച്ചു. നമുക്ക് 225 പേർക്ക് ഒന്നിച്ചിരുന്ന് ഈ തിരുവചനം ഒന്ന് വായിച്ചാലോ, ഒരു ധ്യാനപൂർവം വായിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തോട് ചോദിച്ചപ്പോൾ അവർ പരിപൂർണ സമ്മതം നൽകുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും നാളുകളായിട്ട് വലിയ ഒരുക്കമായിരുന്നു. ഇതിനോട് താല്പര്യമുള്ള ദൈവമക്കളെ ക്ഷണിച്ചു. അവർ വളരെ താല്പര്യത്തോടുകൂടി അവർ ഇതിലേക്ക് മുന്നിട്ട് കടന്നു വന്നു. അങ്ങനെ ഫെബ്രുവരി മാസം 1 തീയതി മുതൽ 9 തീയതി വരെ ദീർഘമായ ഒരുക്ക പ്രാർത്ഥന ശുശ്രൂഷയുണ്ടായിരുന്നു. കരുണയുടെ ജപമാല ചൊല്ലി നാടിനും ഇടവയ്ക്കും സഭയ്ക്കും ദേശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. 9 ദിവസത്തെ പ്രാർത്ഥനാ ശുശ്രൂഷ 225 പേര് വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ചവെക്കുകയായിരുന്നു. ഓരോ എത്രയും ദയുള്ള മാതാവിയും ചൊല്ലി കാഴ്ചവെച്ച് ഫെബ്രുവരി മാസം 9 തീയതി വീടുകളിൽ നിന്നും വിശുദ്ധ ഗ്രന്ഥം എടുത്തുകൊണ്ട് ഒരു ദേവാലയത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്ര നടത്തുകയാണ്. പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് ദൈവജനം ഒരു തീർത്ഥാടകരായിട്ട് വരികയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഈ ദേവാലയത്തിൽ 225 പേര് ദൈവജനം എടുത്തുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് 1 മണിക്കൂർ കൊണ്ട് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ ഒന്നിച്ചിരുന്ന് വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കും. ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. നമ്മൾ ഓരോ വ്യക്തിക്കും 4ഉം 5ഉം അധ്യായം വീതം തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇത്ര 225 പേർക്ക് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഏതാനും മണിക്കൂറുകളെടുത്തു. അത് തന്നെ വാസ്തവത്തിൽ വലിയൊരു ത്യാഗവും സമർപ്പണവും തന്നെയാണത്, തിരിച്ചു കൊടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട്. അവരതിന് ശേഷം വാർഡുകാർക്കും കൂട്ടായ്മക്കാർക്കും കൊടുത്തു. അവരത് കണ്ട് മനസ്സിലാക്കി തിരിച്ചതുപോലെ തന്നെ അന്നേ ഈ ദിവസം കടന്നു വന്ന് അത് വായിക്കാനായിട്ട് അവർക്ക് എളുപ്പമായി തീരുക. വലത്തുകൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചുനിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്.